അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വീട്ടിൽ സമാധാനമുണ്ടാകുവാൻ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് നിങ്ങളുടെ ഇണകൾ തന്നെയാണ് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്നതാണ്. എന്താണ് കാര്യം? കാരണം വ്യത്യസ്തരായ രണ്ട് വ്യക്തികൾ അവർ സമാധാനത്തോടുകൂടി ഒരു വീട്ടിൽ കഴിയുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടു? അത്ഭുതമാണത്. രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് കൽബ്, രണ്ട് ഹൃദയങ്ങൾ, അവർ തമ്മിൽ അവിടെ പാരസ്പര്യമാണുള്ളത്, പരസ്പരം ശണ്ട കൂടുന്നില്ല. മറിച്ച് അതിനു പകരമായി അള്ളാഹു ഇട്ടത് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, കാരുണ്യവും സ്നേഹവുമാണ്. അതല്ലാത്ത വികാരമായിരുന്നെങ്കിൽ ഒരാൾക്കും കുടുംബജീവിതം നയിക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് നിലനിർത്തി പോരാൻ മനുഷ്യർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണത്? ഏറ്റവും നല്ല ഇണകളെ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതുകൊണ്ടാണ് നല്ല വീടിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് പ്രവാചകൻ ചേർത്ത് പറഞ്ഞത്, മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്താണ്? മസ്കനുൻ വാസ്യ, വിശാലമായ ഒരു വീട്, അതിൻ്റെ കൂടെ മറഅത്തുൻ സ്വാലിഹ, നല്ലൊരു ഭാര്യയും. വീട് എത്ര വിശാലമാണെങ്കിലും അത് കുടുസായതായി തോന്നും വീട്ടിലെ ഇണകൾ നല്ലവരല്ലെങ്കിൽ. എന്നാൽ വീട് എത്ര ചെറുതാണെങ്കിലും അത് വിശാലമായി തോന്നും ഇണകൾ നല്ലവരാണെങ്കിൽ. അതുകൊണ്ട് കുടുംബത്തിൽ സമാധാനവും നന്മയും ശാന്തിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഇണകൾ നന്നായിരിക്കണം. നല്ല ഇണകളെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തവരെ നന്നാക്കാനുള്ള പണികൾ എടുക്കുകയും വേണം. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസന്നിഗ്ധമായി പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു.